മിനിഞ്ഞാന്ന് നീ എന്തിനാ എന്നെ തല്ലിയത്? മനു, നീ തോമസ് ഏട്ടന്റെ ഭാര്യയുടെ കുളിസീൻ കാണാൻ വേണ്ടിയാണ് എന്റെ വീടിന്റെ സ്റ്റെപ്പ് വെറുതെ കേറി ഇറങ്ങി നടന്നതെന്ന് അയാൾ പറഞ്ഞപ്പോ എന്റെ പിടി വിട്ടുപോയി. തോമസ് ഏട്ടൻ പൊട്ടൻ, അയാൾക്ക് തോന്നിയതാ. ശരിയെന്നാ, നിന്റെ അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു നീയാണിപ്പോ വീട് ക്ലീൻ ആക്കണേന്ന്. ഞാനത് കാര്യമൊക്കെയില്ല. പക്ഷെ മിനിഞ്ഞാന്ന് നീ ഹാർപ്പിക്ക് വെച്ച് എന്റെ വീട് ക്ലീൻ ആക്കാൻ നോക്കി. ജൂട്ട്സാ, ഇല്ലാത്ത കാര്യമൊന്നും പറയല്ലേട്ടാ. എന്റെ പൊന്നോ, നീയാണൊരു ബന്ധുല്ലാത്ത കാര്യം പറഞ്ഞ എന്റെ ചെവി തിന്നത്. എനിക്ക് പേടിയായിട്ട് ഞാൻ പട്ടിനെ അയച്ചു വിട്ടു വീടിന്റെ അകത്ത്. അപ്പളാ നീ ഇറങ്ങിപ്പോയത്. എന്ത് സീനാടാ? എന്താടാ നിനക്ക് എന്നോട് വല്ല ദേഷ്യം ഉണ്ടാ? സ്നേഹം കൊണ്ടാ ഞാൻ പറയണം. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, മ്യാൻമർ, തായ്ലാന്റ് ഇവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ മെത്ത് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യണത്. അസിമെട്രിക് വാർഫെയർ ടാറ്റിക്സ് ആണത്. ഇപ്പൊ മനസ്സിലായി, നിനക്കാ കുഴപ്പം. നീയാ ബന്ധുല്ലാത്ത കാര്യം പറയണം. ഇത് പോടാ പോർക്കെ. നമ്മുടെ അടുത്ത ജനറേഷൻ മന്ദബുദ്ധികളായിട്ട് ജനിക്കും. ക്രോമോസോമിൽ മാറ്റം വരും. മെത്ത് ശോകമാണ്. നിർത്തിയേക്ക്. അയ്യ പറയണം, നമ്മ പറയണ ആരും ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ട, ഇപ്പൊ തന്നെ നീ മന്നിപ്പായി. നമ്മുടെ യൂത്ത് നശിപ്പിക്കാൻ ഇറക്കിയ ചെകുത്താന്റെ നാഗമാണിക്യം. അതാണ് മെത്ത്. 10 പേരടിച്ച ഒരുത്തന്റെ കിളി പോവും. അങ്ങനെ അത് ഡിസൈൻ ചെയ്തേക്കണം. സത്യം പറയട്ടെ, നിന്റെ കിളി പോയടാ. എന്ത്? എന്റെ കിളി പോയിന്നാ? ഞാൻ എന്താ ചെറിയ കൊച്ചാ? ഞാൻ സീനാടാ. സൂപ്പർ ഹീറോ കോംപ്ലക്സ്, മെത്തഡിക്ഷന്റെ ഭീകര ലക്ഷണമാണിത്. നിന്റെ പഴയ ചിരിയും കളിയൊക്കെ പോയി. നീ ഇപ്പൊ കബൂർ മെമ്പറായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. ഇനി ഇവിടെ ഞാൻ നിന്നെ ഇടിക്കും. വാ, നമ്മളാരും ഫോളോ ചെയ്യുന്നുണ്ട്. വാ, ഇവിടുന്ന് ബഡിയാകാം. എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അത് മനസ്സിലാക്കാനും വേണം ഒരു ബുദ്ധി. ഞാൻ എന്തിനാ ഇവിടെ കിടന്ന് വെറുതെ വളവളാന്ന് പറയണം. വാ, സർബത്ത് കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവാ. അത് കൊള്ളാം. വീട് മൊത്തം പൊടി പിടിച്ച് കിടക്കണേ. സർബത്ത് കുടിച്ചാൽ ചാടിച്ചാടിപ്പിക്കാം.